നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. വിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായി നാടെങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ആദ്യം പ്രധാന തലക്കെട്ടിലേക്ക്. ജൂലൈ 18 MA അഷ്റഫ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MM മണി ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായി നാടെങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. അഞ്ചൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഏർപ്പെടുത്താൻ മുൻകൈ എടുക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട്. കൊമ്പേറ്റിമല തടിക്കാട് പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാകുന്നു. കേൾവിശേഷിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഇയർഫോൺ നൽകുമെന്ന് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. ജൂലൈ 18 MA അഷ്റഫ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MM മണി ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച വൈകിട്ട് തടിക്കാട് പുളിമുക്കിലാണ് MA അഷ്റഫ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചത്. പരിപാടി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MM മണി ഉദ്ഘാടനം ചെയ്തു. ദാരുണമായി നിഷ്ഠൂരമായി കൊല ചെയ്ത സംഭവം അന്ന് കേരളത്തിൽ വലിയ കൂളിളക്കമുണ്ടാക്കിയ ഒരു സംഭവമാണ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഇപ്പോഴും ഓർമ്മിക്കുക. കേരളം മുഴുവൻ ഇതിൽ പ്രതിഷേധിച്ചു എന്ന പ്രത്യേകത ഈ സംഭവത്തിൽ ഉണ്ട്. രാത്രിയിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും പിതാവിൻ്റെയും മുൻപിലിട്ട് നിഷ്ഠൂരമായി യാതൊരു കാര്യവുമില്ലാതെ കൊല്ലുകയാണ് നികൃഷ്ടമായ ആ വർഗീയവാദികൾ. അവരിപ്പോൾ പല പേരിലാണ്. പോപ്പുലർ ഫ്രണ്ട്, SDPI, അങ്ങനെയൊക്കെ പോവും. പല പേരാ. ഇന്നൊരു പേര്, നാളെ വേറൊരു പേര് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. പണി മാറുന്നുമില്ല. പണി ഇത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഖാവ് അഷ്റഫിൻ്റെ 13ാമത് രക്തസാക്ഷി വാർഷിക ദിനമാണെന്ന് നമ്മൾ ആചരിക്കുന്നത്. 13 വർഷം, ഇന്നേക്ക് 13 വർഷം ആയിരിക്കുകയാണ്. സഖാവിനെ നിഷ്ഠൂരമായി കൊല്ലുന്നതിൽ കൂടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഇവിടെ ദുർബലപ്പെടുത്താം എന്നാണ് ശത്രുക്കൾ കരുതിയതെങ്കിൽ അത് പ്രതാപിലായി എന്നാണ് അനുഭവങ്ങൾ വ്യക്തമാക്കുക. സഖാവ് അഷ്റഫ് ഉജ്ജ്വലനായൊരു പോരാളിയായിരുന്നു. തന്നെ കൊല്ലാൻ വന്ന കാപാലികന്മാരോട് തന്നെ അദ്ദേഹം ഫൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത്രയും ആത്മധൈര്യമുള്ള, എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസം ആർജിച്ച, എല്ലാ വിഭാഗം ആളുകൾക്കും പ്രിയങ്കരനായിരുന്ന മഹൽ വ്യക്തിയായിരുന്നു. ഉജ്ജ്വലനായൊരു പോരാളിയായിരുന്നു. മികവുറ്റൊരു സംഘാടകനായിരുന്നു സഖാവ് അഷ്റഫ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുക. ഈ രാജ്യത്ത് സഖാവ് അഷ്റഫിനെ പോലെ ആയിരക്കണക്കിന് രക്തസാക്ഷികളെ നിഷ്ഠൂരമായി കൊല ചെയ്തിട്ടുണ്ട്. അല്ല, ആയിരക്കണക്കിനാണ്. ഈ കേരളത്തിൻ്റെ മണ്ണിൽ തന്നെ പ്രിയപ്പെട്ടവരെ 500-600 പേരെയെങ്കിലും നിഷ്ഠൂരമായി കൊല ചെയ്തിട്ടുണ്ട്. ബംഗാളിൻ്റെ മണ്ണിൽ 1500 പേരെയാണ് ഇന്ദിരാഗാന്ധിയും ശിഷ്യൻ അവിടെ സിദ്ധാർത്ഥ ശങ്കറിനെയും കൂടി 72 to 77 വരെ കൊല ചെയ്തത്. അവിടെ ഇപ്പോൾ പുതിയൊരു അവതാരമുണ്ട്. അവരിപ്പോൾ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയാണ്. അവർ പ്രിയപ്പെട്ടവരെ ഇപ്പം കൊലപാതകം തുടരുകയാണ്. ഈ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ 4 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ 25 സഹാക്കളെ കൊന്നിട്ടുണ്ട്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജോർജ് മാത്യു, S ജയമോഹൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ലീല പിള്ള, ബാബു പണിക്കർ, അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി PS സുമൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P അനിൽകുമാർ, VS സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈകിട്ട് വമ്പിച്ച റെഡ് വാളണ്ടിയർ പരേഡാണ് പരിപാടിക്ക് മുന്നോടിയായി തടിക്കാടിൽ നടന്നത്. ഒരു എളിയ അഭ്യർത്ഥന നടത്തുന്നത്, ഈ വാഹനങ്ങൾക്ക് ഒരു തരത്തിലും ഗതാഗത തടസ്സമുണ്ടാക്കാൻ പാടില്ല. വാഹനങ്ങൾക്ക് വഴി കൊടുക്കാൻ നിരവധി പേർ റെഡ് വാളണ്ടിയർ പരേഡിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ അഞ്ചൽ. വിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായി നാടെങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും ആത്മീയതയുടെയും സ്മരണകൾ ഉണർത്തി ചെറിയ പെരുന്നാൾ. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് കേരളത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ ശനിയാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞും പെൺകൊടികൾ കൈകളിൽ മൈലാഞ്ചി എഴുതിയും അന്യോന്യം സമ്മാനങ്ങൾ കൈമാറിയും പെരുന്നാൾ ആഘോഷത്തിൽ ഏവരും പങ്കുചേർന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിച്ചും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ വിരുന്നുപോയുമാണ് ചെറിയ പെരുന്നാൾ പലരും അവിസ്മരണീയമാക്കിയത്. ADVയിലെ എല്ലാ പ്രേക്ഷകർക്കും ഇതും പറക്കും. ന്യൂസ് ഡെസ്ക് ADV ന്യൂസ്. അഞ്ചൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഏർപ്പെടുത്താൻ മുൻകൈ എടുക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജസ്റ്റിൻ ജോസ്. അഞ്ചൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുമെന്നും ആശുപത്രിയിൽ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഏർപ്പെടുത്താൻ മുൻകൈയെടുക്കുമെന്നും പുതുതായി ചാർജ് എടുത്ത ആശുപത്രി സൂപ്രണ്ട് സിവിൽ സർജൻ ഡോക്ടർ ജസ്റ്റിൻ ജോസ് പറഞ്ഞു. നിലവിൽ ഈ ആശുപത്രിയിൽ ഒരു സിവിൽ സർജനും 3 അസിസ്റ്റന്റ് സർജന്റെയും സ്ഥിരം പോസ്റ്റാണുള്ളത്. ഇതിന് പുറമെ ഈ തിരക്ക് കൂടിയ സമയത്ത് NRHP നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനിൽ നിന്ന് OP നോക്കാൻ വേണ്ടി പകൽ സമയത്ത് 2 ലേഡി ഡോക്ടേഴ്സ് ജൂനിയർ ഡോക്ടേഴ്സിനെ കൂടെ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ 3 2 5 പേരാണ് സ്ഥിരമായിട്ടുള്ളത്. പിന്നെ ഒരു LC യൂണിറ്റ്, ലെപ്രസി കൺട്രോൾ യൂണിറ്റ് എന്നുള്ള ഒരു യൂണിറ്റ് ഇവിടെ ഉണ്ട്. അതിലൊരു ഡോക്ടറുണ്ട്. അത് ലെപ്രസി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ലെപ്രസി ഇവിടെ ഉണ്ടോ സാർ? ലെപ്രസി യൂണിറ്റ് ഇവിടെ അബോളിഷ് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിഞ്ഞൂടെ. അതിനൊരു ഡോക്ടറും ഒരു ക്ലർക്കും ഇവിടെ ഉണ്ട്, പ്രസന്റ് ഇവിടെ ഉണ്ട്. ലേബർ യൂണിറ്റ് ഇപ്പോൾ പ്രവർത്തനരഹിതമാണല്ലോ. ലേബർ യൂണിറ്റ് പ്രവർത്തനരഹിതമാണ്. കാരണം നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ലേബർ യൂണിറ്റ് പ്രവർത്തനരഹിതമാണ്. എത്ര വർഷമായി സാർ? വർഷമായിട്ട് ഏകദേശം 5 വർഷം കൊണ്ട് പ്രവർത്തനരഹിതമാണ്. അപ്പോൾ നമ്മുടെ എക്യുപ്മെന്റ്സ് എല്ലാം നശിച്ചിട്ടുണ്ടാവില്ലേ? എക്യുപ്മെന്റ്സ് ലേബർ യൂണിറ്റിൽ എക്യുപ്മെന്റ്സ് നശിക്കുന്ന എക്യുപ്മെന്റ്സ് അല്ല. അത് നമുക്ക് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ എക്യുപ്മെന്റ്സ് നശിച്ചിട്ടില്ല. ആ ലേബർ യൂണിറ്റിൽ നമ്മളിപ്പം ഉപയോഗിക്കുന്നുണ്ട് പ്രസവം എടുക്കാൻ വേണ്ടിയല്ല, അല്ലാതെ വേറെ ഈ കോപ്പർട്ടി അതുപോലത്തെ കാര്യങ്ങൾ ഇടാൻ വേണ്ടി അത് ലേബർ യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രസവം സംബന്ധമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് മാത്രമേ ഗൈനക്കോളജിസ്റ്റിന്റെ അഭാവത്തെ. സാർ പുതിയ പോസ്റ്റ് ക്രിയേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? പുതിയ പോസ്റ്റ് ക്രിയേഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ സഫീഷ്യൻ്റ് ആണോ? നമ്മുടെ എക്യുപ്മെന്റ്സും കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ ആവശ്യത്തിനുണ്ടോ? പ്രസന്റ് എക്യുപ്മെന്റ്സിന്റെ സഫീഷ്യൻ്റ്. നമ്മുടെ ഇപ്പോൾ ഉള്ള കണ്ടീഷനനുസരിച്ച് ഇപ്പോൾ ഉള്ള സ്റ്റാഫിനനുസരിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി എക്യുപ്മെന്റ്സിന്റെ സഫീഷ്യൻ്റ്. അപ്പോൾ ഈ പനി ഈ പകർച്ചവ്യാധി ആയപ്പോഴേ ഒരുപാട് രോഗികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ പൂർണ്ണമായും നമുക്ക് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയോ? ഇല്ല, ഇപ്പം എല്ലാം ഡോക്ടർമാരും ഇപ്പോൾ ഉള്ള അവൈലബിൾ സോഴ്സ് വെച്ച് നമുക്ക് എല്ലാവരും നന്നായിട്ട് മാനേജ് ചെയ്തു. നമ്മളൊരു പനി വാർഡ് തുറന്നിട്ടുണ്ട് പനിക്ക് വേണ്ടി. അത് പിന്നെ നമ്മുടെ പനി വരുന്ന എല്ലാവരും നമ്മൾ നല്ലവണ്ണം നമ്മുടെ ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന വെച്ച് നല്ലവണ്ണം മാനേജ് ചെയ്തു. മറ്റേ മരുന്നുകളുടെ കാര്യം സാറേ, മരുന്നുകൾ നമ്മൾ സഫീഷ്യൻ്റ് ആണോ? മിക്കവാറും 100% എല്ലാ മരുന്നും സഫീഷ്യൻ്റ് ആണ്. 5 വർഷത്തോളമായി പ്രവർത്തനരഹിതമായി കിടക്കുന്ന പ്രസവമുറി പ്രവർത്തന സജ്ജമാക്കാനും ഗൈനക്കോളജിസ്റ്റിനെ നിയമിക്കാനുമുള്ള ശ്രമമുണ്ടാകുമെന്നും ഡോക്ടർ ജസ്റ്റിൻ ജോസ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. അധ്യാപകനായിരുന്ന N. സഹദേവൻ രചിച്ച You Are OK എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു നിർവഹിച്ചു. കൗൺസിലിംഗ് രംഗത്ത് വളരെ കാലമായി പ്രവർത്തിച്ചു വരുന്ന അധ്യാപകനായിരുന്ന N. സഹദേവൻ രചിച്ച You Are OK എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു നിർവഹിച്ചു. പത്രങ്ങൾ വായിക്കേണ്ടി വരും, പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും, ഇതെല്ലാം വായിക്കും. TV മാധ്യമങ്ങൾ കണ്ടു എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മുടെ അറിവ് ഒരിക്കലും വികസിക്കാൻ പോകുന്നില്ല എന്നുള്ളതും വസ്തുതയാണ്. സത്യത്തിൽ വായന ഒരു തപസ്യയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സാറിന് രചിച്ചിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ മിക്കവാറും അതിൻ്റെ ഉള്ളടക്കം നല്ല ഒരു വായനക്കാരന് അതെല്ലാം തന്നെ മനസ്സിലാകുകയും അതനുസരിച്ച് വലിയ നേട്ടം വിജയത്തിൽ നേടാൻ വേണ്ടി കഴിയും. മരിക്കുന്നത് വരെ സുഖമായി കഴിയുക എന്നുള്ള നിലയിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്കുള്ള പരിചരണമെല്ലാം നൽകുന്നതിന് ആ പാലിയേറ്റീവ് കെയർ സെന്ററിൽ എത്തിക്കുക അവർ പരിചരിക്കും. എന്നാൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അത് 200, 250, 300 ഒക്കെ ആളുകളെ കണ്ടെത്തി അവർക്ക് സ്ഥിരമായി ഇങ്ങനെ സംവിധാനം കൃത്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയില്ല എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് കേട്ടോ ഒന്നുമില്ല പാലിയേറ്റീവ്
എന്നാൽ അതിനേക്കാളെല്ലാം ഉദാത്തമായ ഒരു മാതൃക സൃഷ്ടിക്കാനും പ്രവർത്തിക്കാനും കഴിയും നമുക്കിവിടെ, പ്രത്യേകിച്ച് പനച്ചോല കേന്ദ്രീകരിച്ച്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ഡോക്ടർ തേവന്നൂർ മണിരാജ് പുസ്തകം അവലോകനം ചെയ്ത് സംസാരിച്ചു. അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് വളരെ നിർഭമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതുവരെയും ഇതിന് രജിസ്ട്രേഷൻ നടന്നിട്ടില്ല. ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റിനോടനുബന്ധിച്ച് അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ശ്രീ സഹദേവ് സാർ ഒരു പുസ്തകം രചിച്ചു. ആ പുസ്തകത്തിൻ്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാക്കണമെന്നുള്ള. പനച്ചിവിള പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ മദർ തെരേസ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ജോൺ ചാക്കോ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി വി സുന്ദരേശൻ സ്വാഗതം പറഞ്ഞു. തിരുവനന്തപുരം വിമൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ പ്രസാദ് അഞ്ചൽ, ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ചന്ദ്രബാബു, അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ, ഡോക്ടർ കോട്ടുകൽ ശ്രീധരൻ, ഡോക്ടർ ടി ഗീതാകുമാരി, പി കെ ദാമോദരൻ, ഇടമുളയ്ക്കൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എൻ സഹദേവൻ കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ഗാലക്സി വിമൻസ് ഫിറ്റ്നസ് സെന്റർ ഇപ്പോൾ അഞ്ചലിൽ. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഫുള്ളി എയർ കണ്ടീഷൻ ഫിറ്റ്നസ് സെന്ററിൽ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ മെഷീൻസിന്റെ സഹായത്തോടെ നിങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യത്തിനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അമിതവണ്ണം മൂലം വിഷമിക്കുന്നവർക്കും പ്രസവാനന്തരം വയറിന്റെ ഭംഗി നഷ്ടപ്പെട്ടവർക്കും, കൂടാതെ ശരീരഭാരം കുറഞ്ഞവർക്ക് ശരീരം പുഷ്ടിപ്പെടുത്തി ശരീരകാന്തി വർദ്ധിപ്പിച്ച് ഓജസ്സും തേജസ്സും വീണ്ടെടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. വെറും 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വിദേശ നിർമ്മിതമായ തികച്ചും അണുവിമുക്തമായ ഫുൾ കവേർഡ് സ്റ്റീം ബാത്ത് ബോക്സ് ഫെസിലിറ്റിയോട് കൂടിയ ജില്ലയിലെ ആദ്യ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ. അഡ്മിഷൻ ഫീസ് ഇല്ല. ഗ്രൂപ്പ് അഡ്മിഷന് പ്രത്യേക ആനുകൂല്യങ്ങൾ, യോഗയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേക ഫിറ്റ്നസ് പാക്കേജ്, ഡോക്ടർമാരുടെ സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. എ കംപ്ലീറ്റ് ലക്ഷറി ലേഡീസ്. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളിലൂടെ. ചേഞ്ച് യുവർ ലൈഫ്. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്ര വ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. ഗാനം സാരീസ്, മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മണ്ണളി ജ്വല്ലേഴ്സ്. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. കേൾവിശക്തിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഇയർഫോൺ നൽകുമെന്ന് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്.
കേൾവിശേഷിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഇയർഫോൺ ലഭ്യമാക്കുമെന്നും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന കുളത്തൂപ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനായി ലാബും ആധുനിക ഓപ്പറേഷൻ തിയേറ്ററും ആധുനിക ഫാർമസിയും മാലിന്യ സംസ്കരണ പ്ലാന്റും നിർമ്മിച്ചിട്ടുണ്ടെന്നും പദ്ധതിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 16 തീയതി സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി VS ശിവകുമാർ നിർവഹിക്കുമെന്നും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ പറഞ്ഞു. കേൾവിശേഷിയില്ലാത്ത എല്ലാവർക്കും ഇയർഫോൺ അത് എത്ര രൂപയായാലും അതും ഇപ്പോൾ നമ്മൾ അതിൻ്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ENT സ്പെഷ്യലിസ്റ്റുകളെ വരുത്തി അവരെ ശ്രവണശേഷി എത്രമാത്രം ഇല്ല എന്ന കണക്കെടുത്തിട്ട് അതിൻ്റെ പ്രിയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് ശ്രവണശേഷി ഇല്ലാത്ത മുഴുവൻ പേർക്കും ഇയർഫോൺ കൊടുക്കുന്നതിനുള്ള ഏർപ്പാടും ഇപ്പോൾ ബ്ലോക്കിന് ശരിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുളത്തൂപ്പുഴ CSCയിൽ പ്രധാനപ്പെട്ട 2 പരിപാടികൾ. കുളത്തൂപ്പുഴ ഗവൺമെൻറ് ആശുപത്രി ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നതാണ്. അവിടെ വല്ലപ്പോഴും കൂടി രോഗി വരികയോ ഇപ്പോൾ നല്ലവണ്ണം രോഗികൾ ആത്മവിശ്വാസത്തോടെ വരാൻ തുടങ്ങി. അവിടെ ലാബിൻ്റെ സൗകര്യങ്ങളെല്ലാം ഒരുക്കി ഒരുവിധപ്പെട്ട ഏത് ഓപ്പറേഷൻ അർജൻറ്റ് ചെയ്യത്തക്ക രീതി ആധുനിക മെഷീനറിയോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, ആശുപത്രിയിലുണ്ടാകുന്ന എല്ലാവിധ വേസ്റ്റുകൾ അന്നന്ന് കരിച്ച് കളയാൻ കഴിയത്തക്ക രീതിയിലുള്ള ഇൻസിനേറ്റർ, പിന്നെ ക്ലാസ് 1 ഫാർമസി, അത് എയർ കൂൾഡുമാണ്, പിന്നെ ഫ്രീസർ വെച്ചതുമാണ്. ഫ്രീസർ വെക്കേണ്ടത് മരുന്ന് അതിനും ജനറൽ മരുന്നുകൾ നാശമാകാതിരിക്കാൻ എയർ കൂളറും ഇത് സംഘടിപ്പിച്ചുകൊണ്ട് ക്ലാസ് 1 ഫാർമസി ഇതിൻ്റെ എല്ലാം പണി പൂർത്തീകരിച്ച് ആഗസ്റ്റ് 4 തീയതി ബഹുമാനപ്പെട്ട ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി VS ശിവകുമാർ അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ പൂർത്തീകരിച്ചു, അല്ല ഒരു ഓപ്പറേഷൻ തിയേറ്ററല്ല, ഒരു ഗൈനക്കോളജി വാർഡ്, ഒരു ഗൈനക്കോളജിസ്റ്റ് കിട്ടും എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇപ്പോൾ എക്സ്റേ പ്ലാൻ വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യം വെളിയിലുള്ള കൊള്ള മനസ്സിലാക്കിയ ആളുകൾ നമ്മുടെ ആശുപത്രിയിലേക്ക് തള്ളിക്കയറി എക്സ്റേ എടുക്കാൻ. കാര്യം 60% വെളിയിലുള്ളതായിട്ട് വെച്ചാൽ 60% കാശ് നമ്മൾ വാങ്ങും. മൊബൈൽ മോർച്ചറി ഉണ്ട്, അതും വിളിച്ചാൽ 60% കാശ്. വെളിയിൽ 1000 രൂപയാണെങ്കിൽ നമ്മുടെ 600 രൂപ വാങ്ങിക്കും. അവൻ ആംബുലൻസിൻ്റെ സൗകര്യമുണ്ട്. ഇപ്പോൾ അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ റൂഫിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ രോഗികൾക്കിപ്പോൾ നമ്മൾ ക്യൂ നിൽക്കുന്ന രോഗികൾ, പനിക്കാർ ഒരു മഴ വന്നാൽ ഓടുകയാണ്, ചില തളർന്ന് വീഴുകയാണ്. അതുകൊണ്ട് രോഗികൾക്ക് വൃത്തിയായിട്ട് ഇരുന്ന് വിശ്രമിക്കാൻ കഴിയുന്ന ഒരു ഓഡിറ്റോറിയം. അഞ്ചൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ 40% ഡിസ്കൗണ്ടിൽ എക്സ്റേ യൂണിറ്റും മൊബൈൽ മോർച്ചറിയും പ്രവർത്തിക്കുന്നുണ്ടെന്നും ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ റൂഫിംഗ് അടക്കമുള്ള ജോലികൾ ആരംഭിച്ചതായും പരിശോധനകൾക്കായി എത്തുന്നവർക്കും മരുന്ന് വാങ്ങാനായി നിൽക്കുന്നവർക്കും ടോക്കൺ സൗകര്യം ഏർപ്പെടുത്തുമെന്നും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊമ്പേറ്റിമല തടിക്കാട് പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാകുന്നു. 3 പതിറ്റാണ്ടോളം പഴക്കമുള്ള പാത ടാർ ചെയ്യണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. 3 പതിറ്റാണ്ടോളമായി കൊമ്പേറ്റിമല തടിക്കാട് പാത രൂപീകൃതമായിട്ട്. പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഈ വഴി ടാർ ചെയ്യാനോ സഞ്ചാരയോഗ്യമാക്കാനോ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. മഴക്കാലത്ത് വെള്ളമൊഴുകി വലിയ ചാലുകൾ രൂപപ്പെടുകയും ചെളുക്കുണ്ടായി മാറുകയും ചെയ്ത റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ വഴി വെട്ടിവെച്ചിട്ട് 27 വർഷമായി. 27 വർഷക്കാലങ്ങൾ കൊണ്ട് അന്നൊരു ഇടവഴിയായിരുന്നു, ഇതുപോലെ കിടക്കുന്ന ഒരു ഇടവഴി ആയിരുന്നു. ആ വഴി ഇങ്ങനെ പോയി ഈ തോടെല്ലാം നികത്തി നേരെ തടിക്കാട് കൊമ്പേറ്റിമല റോഡ് വെട്ടിവെച്ചു. മറ്റേ റോഡ് അവിടെ നിന്ന് മീനെണ്ണ വെട്ടി അശ്രമങ്ങളിൽ ഇറക്കിയിട്ട് 52 വർഷമായി. ഇന്നാഴി വരെ യാതൊരു വിധമായ ഒരു പുരോഗതിയോ ഇതൊന്നും ഈ കൊമ്പേറ്റിമല പ്രദേശത്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ശകലം ഉണ്ടാക്കി വെക്കും, മറ്റേടത്ത് വേറെ ഒന്നും ഉണ്ടാക്കി വെക്കും. ഇതൊക്കെ തന്നെ ഇവിടുത്തെ പരിപാടി. വോട്ടിൻ്റെ സമയമാകുമ്പോഴത്തേനും ഇംഗ്ലാ സിന്താവാന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഇങ്ങോട്ട് തള്ളിക്കയറിക്കൊണ്ട് വരും. ഇത് തന്നെ ഇവിടുത്തെ ഒരു സ്ഥിതി. എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. പിന്നെ ഇത്രയെങ്കിലും ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷക്കാരിരുന്ന കാലഘട്ടത്തിൽ ഈ റോഡിൻ്റെ ഈ കലങ്ങുകളും ഇതെല്ലാം തീർത്ത് അവരിരുന്ന കാലഘട്ടത്തിലാണ് ഈ സൈഡ് കെട്ടും ഒക്കെ വന്നിട്ടുള്ളത്. അല്ലാതെ
കോൺഗ്രസിൻ്റെ അവർ മുടക്കാൻ നോക്കുന്ന ഒരു സ്ഥിതിയേ ഉള്ളൂ. അവർ എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ ഇവിടെ ചെയ്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ അവരും ഇതുപോലെ അവരെന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ മറ്റവർ ജയിപ്പിക്കത്തില്ല, ഇവരെന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പം മറ്റവരും തടസ്സമായിരിക്കും. പക്ഷേ ജനങ്ങൾക്ക് ഇവിടെ വന്നു കയറാനോ പൊറുതിമുട്ടുന്ന ഒരു സ്ഥിതിയിലാണ്. ഒരു വണ്ടി വരാനോ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു വയ്യാഴിക വന്നു കഴിഞ്ഞാൽ ഒരറ്റത്തുനിന്ന് ഒരറ്റം വരെ എടുക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോഴും, പണ്ടത്തെ പോലെ. ആ സ്ഥിതിയാണ്. കണ്ടില്ലേ റോഡിൻ്റെ ഇപ്പം ഇങ്ങനെയെങ്കിലും കിടക്കുന്നത്, ഇങ്ങനെയൊന്നും അല്ല. ആ സ്ഥിതിയാണ് ഇപ്പം ഇങ്ങനെ കിടക്കുന്നത് കൊമ്പേറ്റിമല പ്രദേശത്ത്. നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന കൊമ്പേറ്റിമല ഭാഗത്തു നിന്നും തടിക്കാടിലെത്താൻ ഈ പാതയിലൂടെ 3 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി. എന്നാൽ കൊമ്പേറ്റിമല തടിക്കാട് പാത സഞ്ചാരയോഗ്യമല്ലാത്തതിനാൽ വിദ്യാർത്ഥികളടക്കം 6 കിലോമീറ്ററിലധികം ചുറ്റിയാണ് തടിക്കാടിൽ എത്തുന്നതെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. തടിക്കാട് സ്കൂളിൽ പോകാൻ 2.5 കിലോമീറ്ററേ ഉള്ളൂ. പിള്ളേരൊക്കെ LPSലാണ് പഠിക്കുന്നത്. പക്ഷേ ഇവർ ഈ റോഡേ കറങ്ങി ചുറ്റി മെയിൻ റോഡേ പോയി 3-4 കിലോമീറ്റർ വണ്ടി പോയാൽ അവർ സ്കൂളുകളിൽ പോകുന്നത്. നമുക്കൊക്കെ ഇവിടുന്ന് എളുപ്പം നടത്തിവിടാവുന്ന ദൂരേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ കറങ്ങി ചുറ്റിയ പിള്ളേരെ എല്ലാം സ്കൂളിൽ വിടുന്നത്. ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നമായ കൊമ്പേറ്റിമല തടിക്കാട് പാത പണി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാറി മാറി വരുന്ന ഭരണാധികാരികൾ ഈ പാതയെ അവഗണിച്ചിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. മൊത്തം മുറിഞ്ഞ് വണ്ടികളെല്ലാം കുഴിയിൽ ചാടി കിടക്കുക. അത് ആൾക്കാർ വന്ന് എടുത്തു പൊക്കിയാണ് പറഞ്ഞു വിടുന്നത്. എത്ര വണ്ടികളില്ല കുഴി വീഴാൻ തുടങ്ങിയ കലങ്ങിനപ്പുറം വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ വന്നിട്ട് 30 വർഷത്തോളമായി ഇവിടെ ഈ നാട്ടിൽ വന്നിട്ട്. ഇന്നും ഈ റോഡിൻ്റെ ഒരു പണി ഇന്ന് വരെ ഒന്നും ശരിയായിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൽ പല ആൾക്കാരും വന്ന് പൈസ ഉണ്ട് എളുപ്പം ശരിയാക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഈ റോഡ് ഇതിൻ്റെ പണി ചെയ്തിട്ടുമില്ല. അതിൻ്റെ ആൾക്കാരെ പോലും പിന്നെ കണ്ടിട്ടുമില്ല. എല്ലാവരും വോട്ടിന് വരുമ്പം തന്നെ പറയും പെട്ടെന്ന് ഈ വഴി ശരിയാക്കിയിട്ടേ ഇനി മറ്റുള്ള വഴി ശരിയാക്കാൻ പോകത്തുള്ളൂ എന്ന് പറയും. പക്ഷേ ഇന്ന് വരെ ഈ റോഡ് അതും കൊച്ചുങ്ങളെല്ലാം സ്കൂളുകളിൽ പോകുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. ഇപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയും പോകാതെ കൊച്ചുങ്ങൾ ബുദ്ധിമുട്ടുക കിടന്നു. അങ്ങനെ അതേ രീതിയിലാണ്. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. കേരളത്തിൽ സർവ്വസാധാരണമായ മുളയെക്കുറിച്ച് ADV ന്യൂസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ സസ്യമാണ് മുള. ഉഷ്ണമേഖലകളിലും മിതോഷ്ണ മേഖലകളിലുമടക്കം ധാരാളമായി മുളയെ കണ്ടുവരുന്നു. വിവിധ ഇനത്തിലുള്ള മുളകൾ ലോകത്തിലുണ്ട്. ജീവിത കാലയളവിൽ ഒരു തവണ മാത്രം പൂക്കുന്ന സസ്യം കൂടിയാണ് മുള. മുളയുടെ തളിരിലയും തണ്ടും ചൈനയിലും ജപ്പാനിലും ഭക്ഷണത്തിനായി ഉപയോഗിക്കാറുണ്ട്. മുള കൊണ്ടുള്ള ഉപയോഗവും ധാരാളമാണ്. തോട്ടം നിർമ്മിക്കാനും ഏണി നിർമ്മിക്കാനും തുടങ്ങി പേപ്പർ അടക്കമുള്ള വസ്തുക്കൾ നിർമ്മിക്കാൻ മുള പ്രധാനമായും ഉപയോഗിക്കുന്നു. മുളങ്കാടുകൾ വലിയ പാരിസ്ഥിതിക പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കേരളത്തിലെ വനമേഖലകളിൽ കണ്ടുവരുന്ന മുളകളാണ് കാട്ടാനകളുടെ പ്രധാന ഭക്ഷണം. നിറത്തിലും വലിപ്പത്തിലും ഇലകളുടെ ആകൃതിയിലും ഭംഗിയിലും വ്യത്യസ്തത പുലർത്തുന്ന മുളകൾ വീടുകളിലും പൂന്തോട്ടങ്ങളിലും അലങ്കാരത്തിനായി വളർത്താറുണ്ട്. ആഫ്രിക്കയിൽ മുളയുടെ കുറ്റിയും തടിയും ഉപയോഗിച്ച് വിവിധ വാദ്യോപകരണങ്ങൾ നിർമ്മിക്കാറുണ്ട്. കൊല്ലം ജില്ലയിലെ പട്ടാഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുള ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള മുളയുടെ പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇടം നേടിയിട്ടുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിൽ വ്യാപകമായി മുളകൾ വെട്ടിനശിപ്പിക്കുന്നത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ന്യൂസ് ഡെസ്ക് ADV ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജൂലൈ 18 MA അഷ്റഫ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MM മണി ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി നാടെങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. അഞ്ചൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഏർപ്പെടുത്താൻ മുൻകൈ എടുക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട്. കൊമ്പേറ്റിമല തടിക്കാട് പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാകുന്നു. കേൾവിശേഷിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഇയർഫോൺ നൽകുമെന്ന് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്ത് എവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിന് ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.